മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് ഇടക്കിടക്ക് വീഡിയോയിൽ പറയാറുള്ള നമ്മുടെ മറ്റൊരു ഫ്രണ്ടാണ് അഭിലാഷ്. പേരെന്തൊക്കെ പറയാറില്ലേ? ആരാ നോക്കണു? പിന്നെ പറഞ്ഞോ, പേര് പറഞ്ഞോ. നിനക്ക് എന്റെ പേര് വരാറില്ലേ? പ്രവാസത്തിലെ കുറച്ച് ദിവസങ്ങൾ ഇപ്പോ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അതിൽ കുറച്ച് ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അബി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ അബിയോട് ചോദിക്കാം. അവന്റെ വിലപ്പെട്ട സമയമാണ് 10 പൈസ അല്ലേ? വിലപ്പെട്ട സമയം. അത് നമ്മുടെ ഓഡിയൻസിന് ഒരു ഹായ് പറയും. ഞങ്ങളപ്പം അതെ, ഈവൻ എപ്പോഴാ പരിചയപ്പെടുന്നു? നീ എപ്പോഴാ പരിചയപ്പെടുന്നത്? കാരണം അത് കഴിഞ്ഞിട്ടാ പിന്നെ നമ്മൾ പരിചയപ്പെടുന്നത്. ചെറുകഥയ്ക്ക് പറഞ്ഞു ഒറ്റ വരിയിൽ പറയാൻ പറ്റും. 4ാം ക്ലാസ് മുതല്. അപ്പൊ നാലാം ക്ലാസ് അന്ന് മുതലാണ് നമ്മളിങ്ങനെയൊക്കെ. അപ്പൊ എന്ത് പറഞ്ഞാലും നമുക്കൊന്നും തിരിച്ചു വരാൻ പറ്റില്ല. നമ്മളെ ബന്ധം ഒരു ബന്ധല്ലേ? അതേപോലത്തെ ഒരു ബന്ധം. മലയിൽ നിന്ന് വിട്ടാ പുഴയിൽ എന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു ബന്ധം. അവര് അങ്ങനത്തെ ഒരു ബന്ധമാണ്. ഇപ്പൊ പിന്നെ എപ്പോഴും തോട്ടില്ല. അല്ല, ഒരു സൈഡിൽ അരുവിയുടെ സൈഡിൽ ഞാനും ഉണ്ട്. ഞാൻ അരുവി, ഞാൻ വെച്ച് സൈഡിൽ കൂടെ ഒഴുകുന്ന ഒരു അരുവി. വെള്ളത്തിന്റെ സൈഡില്, കാര്യവെള്ളത്തിന്റെ സൈഡില്. എന്തിനാ പോണെന്ന് വെള്ളത്തിന് അത് മറ്റേ തലയിൽ ടോർച്ചിട്ട് പോകും. ആരും എല്ലാരും കാണാൻ. ഇത് സപ്തമശ്രീ തസ്കരയില് മറ്റേ മോണമാരി പൂച്ച പോണ പോലെ ഒപ്പിക്കും. പക്ഷെ തലയിൽ ടോർച്ചിട്ട് പോകും. കാര്യങ്ങളൊക്കെ അറിയണ്ടല്ലോ ഞാൻ പറയാം. അത് മതി, അനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങളെല്ലാം അറിയുന്നു. ഇപ്പൊ കാണുന്നവർക്കൊന്നും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ശരി, ബാക്കി ഇതിൽ പറ, എങ്ങണ്ട് യാത്ര കണ്ടായിരുന്നു? ഗൾഫ് ജീവിതമാണോ ഇവിടുത്തെ ജീവിതം? ഒരു വർഷത്തെ യാത്ര, അതായത് കഴിഞ്ഞ ജൂലൈയിലല്ലേ പോയത്. കഴിഞ്ഞ ജൂലൈയിൽ പോയിട്ട് ഒരു വർഷം ഈ ജൂലൈയിൽ വന്നു. അപ്പൊ ഒരു വർഷത്തെ ഇതെങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും പറയാച്ചാ കുഴപ്പമില്ല. നമുക്ക് അവനെന്താ പണിക്ക് പോകണം, എന്റർടൈൻമെന്റ് ഒന്നുമില്ല. എനിക്കൊരു എന്റർടൈൻമെന്റ്. എന്റെ അവസ്ഥ ഞാൻ പോയി. അല്ല, ഈ കാരണം ബാക്കിയുള്ളവർക്ക് എന്റർടൈൻമെന്റ് കിട്ടാറുണ്ടോ? അത് ഞാൻ ആർക്കും എന്റർടൈൻമെന്റ് കൊടുക്കാറില്ല. എന്റർടൈൻമെന്റ് തരാറില്ല. ഞാൻ അങ്ങനത്തെ ഒരു ഞാൻ പോയത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു. അതേപോലെ അല്ല അവിടെ. എനിക്ക് അധികം അവിടെ അങ്ങനെ എത്ര ഫ്രണ്ട്സ് ഒന്നും മൂന്നാല് പേര് ഒരു കൊല്ലായിട്ട് എടുക്കാൻ 3-4 ഫ്രണ്ട്സിനെ കിട്ടിയുള്ളൂ. അവിടെ എന്റെ ഏജിലുള്ള അങ്ങനെ ആൾക്കാരൊന്നും വേറെ നാട്ടിലത്തെ ആൾക്കാരൊന്നുമില്ലേ? ഫിലിപ്പൈൻ അങ്ങനത്തെ നാട്ടിലത്തെ ആൾക്കാരൊന്നും ഫ്രണ്ട് ആയിട്ടില്ല. അതുണ്ടല്ലേ? ഫിലിപ്പീൻസ് ഉണ്ടോ? ഉണ്ട്. പക്ഷെ നമ്മളത്ര കോണ്ടാക്ട് ഇല്ല. ആദ്യം പോയപ്പോ അതത്ര അന്വേഷിച്ച ചെറിയ കോണ്ടാക്ട് ഉണ്ട്. ചെറിയ കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. ഭേദമില്ലാത്ത ഒരു കോണ്ടാക്ട് ഉണ്ട്. ഭേദമില്ലാത്തൊരു ഒഴുക്കിൽ തിരിച്ചെത്തി. ഒഴുക്കിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അവരൊക്കെ മീറ്റ് ചെയ്യും അല്ലേ? ഇല്ല, എപ്പോഴും നമ്മളൊക്കെ വർക്ക് ചെയ്യണം. ഞങ്ങൾക്ക് പോയതിനെ അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒന്നും ഇല്ലടാ. അവിടെ രാവിലെ മണിക്കൂർ ഇല്ലാത്താണ് സങ്കടം. വൈകുന്നേരം വന്നാ കുക്ക് ചെയ്യുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, സ്വന്തമായിട്ട് കുക്ക് ടീച്ചേഴ്സിനെ പോലെ. പിന്നെ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാതെ പോലെ തന്നെ കുക്കിംഗ് എങ്ങനെയുണ്ട്? സ്കില്ലൊക്കെ പഠിച്ചോ? ഞാനുണ്ടാക്കും, ഞാൻ കഴിക്കും. ആരോട് കുറ്റം പറയാനല്ലേ? ഞാനുണ്ടാക്കി ഞാൻ കഴിക്കും. എല്ലാരും സ്വയം ഉണ്ടാക്കുക. ഞങ്ങളുടെ റൂമിൽ ഓരോരുത്തർക്ക് വേണ്ട ഉണ്ടാക്കണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പുറത്തു പോയി കഴിക്കുക. ഇവിടുന്ന് പോയപ്പോ ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്താ? ശരിക്കും നമ്മുടെ ഈ പോഡ്കാസ്റ്റിൽ സ്ഥിര സാന്നിധ്യം ആവേണ്ട ആളാണ്. ഈ തിരക്കുകളൊക്കെ കാരണം കുടുംബത്തിന്റെ പ്രാരാബ്ദവും കടവും കടക്കളി ഇതൊക്കെ. റോക്കി ബോയ് ദുബായിക്ക് പോയത് 2 കാര്യങ്ങൾക്കാണ്. പക്ഷെ അബി പോയതിന്റെ കാര്യം എന്താ? ഒറ്റ കാര്യമുള്ളൂ. ഒറ്റ കാര്യം. ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്തായിരുന്നു കാര്യം?
ഇതന്നെയല്ലേ പെണ്ണെട്ടാണോ അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ തിരിച്ചു വന്ന കാര്യം തിരിച്ചൊന്ന് തിരിച്ചു വന്ന ഒറ്റ കാര്യം. 10 ദിവസം രണ്ട് കാര്യത്തിന് വേണ്ടി പോയി, ഒറ്റ കാര്യത്തിന് തിരിച്ചു അതൊരു വന്നു. 10 ദിവസത്തിന് എമർജൻസി ലീവ് എടുത്തത് എന്തിനാ? അവിടെ ഭയങ്കര ചൂട്. ഓ 10 ദിവസം കഴിഞ്ഞ മഴ പോകും. മഴ ഒന്ന് കാണാൻ, മഴ ഒന്ന് കൊള്ളാൻ. അതെ, അതെ. പക്ഷെ ആ കാലത്ത് ശേഷം മഴ പെയ്തിട്ട് ആയിക്കോട്ടെ. അത്രക്ക് മരുഭൂമി ഇവിടെ അല്ല എന്തൊരു ഉദ്ദേശം ഉണ്ടല്ലോ അല്ല നമ്മുടെ നാടൊക്കെ മിസ് ചെയ്തപ്പോ അതല്ല, നാട് മിസ് ചെയ്യാത്ത എന്തൊരു പരിപാടി പിന്നെ ഉണ്ടോ? ആദ്യത്തെ 3-4 മാസം നമുക്ക് കരച്ചില്, കരഞ്ഞ 4ാമത്തെ മാസം നമുക്ക് ശീലം. ഇപ്പൊ വേറെ പാകമില്ല, ഇത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പാടാണ്, ബുദ്ധിമുട്ടാണ്. കുഴപ്പമില്ല. ഓക്കെയാണ്. എന്നാ തിരിച്ചു വന്ന എന്നോട് പൊരുത്തപ്പെട്ടു. എന്നാ തിരിച്ചു വന്ന ശരിയാവടാ, ശരിയാവും. ഇല്ല, ശരിയാവും. ആദ്യം നാട്ടിൽ വന്നപ്പോ എന്നെ കണ്ടപ്പോ എന്താ ചോദിച്ചാൽ ആൾക്കാർ പണ്ട് ചോദിക്കുന്നത് എത്ര ലീവ് ഉണ്ടെന്നാണ് ചോദിച്ചു. എന്നാ തിരിച്ചു വന്ന ചോദിച്ചു. അങ്ങനെ ചോദിച്ചില്ലല്ലേ? ഇവിടുത്തെ ലോക്കൽസ് അല്ല എന്റെ കമ്പനിക്കാരല്ല അല്ല ആ കുറച്ച് ലോക്കൽസ് ഉള്ളു എന്റെ കൂട്ടത്തില്. അത് രണ്ടാൾ പറയണ ആ കുറച്ച് ലോക്കൽസ് ഉള്ളു എന്റെ കൂട്ടത്തില്. അപ്പൊ അല്ല, അർഹിച്ചതേ കിട്ടുള്ളൂ. അർഹിച്ചതേ കിട്ടുള്ളൂ. അർഹിച്ച അംഗീകാരമാണ്. എനിക്കാണല്ലോ. പിന്നെ ഇപ്പൊ നമ്മൾ നിങ്ങൾക്കും കൂടി കുറച്ച് വിട്ടിട്ട് ഞങ്ങൾ അതുകൊണ്ടാണ് വേഗം കയറ്റി വിട്ടത്. ഇനി 10 ദിവസമല്ലോ വേഗം പൊക്കോ വണ്ടി വിട്ടോന്ന്. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മള് ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് പേര് പുറത്ത് പണിയെടുക്കേണ്ടത്. അതില് ഒന്നാണ് കഴിച്ചത്. അതിലൊരാളാണ് ഇത്. വേണ്ടി നിങ്ങളൊക്കെ നാട്ടിൽ പണിയെടുക്കാതെ ഞാൻ അവിടെ പറഞ്ഞു. ഇല്ല, ഞങ്ങൾ തന്നെ ഇവിടെ ജോലിയില്ലാതെ നടക്കുക. അതെ. ഒരു നമ്മള് കമ്പനി ഞങ്ങളെ ഒഫീഷ്യൽ സ്പോൺസേഴ്സിൽ ഒരാളാണ് അതെ സ്പോൺസർ. ഇതിന്റെ വണ്ടി എടുക്കാറുണ്ടോ പൈസ? സ്പോൺസറുടെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞു ആൾക്കാരല്ലേ ജി പറഞ്ഞോ? അന്നോടല്ലോ ചെയ്യും. എനിക്ക് എന്നോട് പറഞ്ഞത് ഇതാണ് ഇപ്പം വന്നു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. വെറുതെ ഞാൻ പറഞ്ഞോണ്ടിരിക്കും. നീ വരാൻ വേണ്ടല്ലോ നമുക്ക്. അതിനോട് പറയാൻ പറഞ്ഞു. അപ്പൊ ഈ ഭാവി പരിപാടികളൊക്കെ എങ്ങനെയാ? ഇങ്ങനെ അടുത്ത ആഴ്ച പോകും. അടുത്ത ആഴ്ച പോകും, തിരിച്ച് ജോലിക്ക് തന്നെ കയറുന്നു. അടുത്ത വർഷം വീണ്ടും. അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് ഇതുപോലെ ഒന്നുകൂടി എത്താം. അല്ല, നമ്മൾ ഞാൻ അങ്ങോട്ട് പോവാ. അല്ല പോഡ്കാസ്റ്റ് വ്യാപിക്കാൻ തീരുമാനിച്ചു. ഗൾഫൊക്കെ എവിടെ കുവൈത്ത് അവിടെ ഇതേപോലെ സെറ്റപ്പ് ഉണ്ടാക്കി അങ്ങോട്ട് വരാം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഒക്കെ ഉണ്ടാക്കി പിന്നെന്താ വാടക കുറച്ച് വാടക കൊടുക്കാൻ പറഞ്ഞു. അതിവരെ പറ്റി വേണ്ടി പറഞ്ഞല്ലേ? പൊട്ടനായിട്ട് അഭിനയിക്കുക. പൊട്ടനല്ല അതാണ് ഇതൊക്കെ. ബാക്കിയുള്ള സ്പോൺസേഴ്സ് ഒക്കെ എന്ത് പറയുന്നു? ബാക്കിയുള്ള സ്പോൺസേഴ്സ് ഒരുത്തൻ അവിടെ ഇപ്പൊ ഡ്രൈവിംഗിലാവും. ഒരുത്ത പോയോ? പോയിട്ടില്ല, ഞായറാഴ്ച ഞായറാഴ്ച ഒരുത്തനെ പറഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ച പോകുന്നു പറഞ്ഞു. ഞായറാഴ്ച അഭിയെ ഈ എങ്ങനെ ഇവരെയൊക്കെ പരിചയപ്പെട്ടെ? എങ്ങനെ എത്തിപ്പെട്ടു? ഇവരെ ഞാൻ എന്നെ കണ്ട ബെനിലൂടെ കേട്ടോ. ഞാനും എന്നോട്ടില്ല എന്നെ ഞാൻ കുറെ കിട്ടിയില്ല ഫ്രണ്ട്സിന്. എനിക്ക് എനിക്ക് ഫസ്റ്റ് എന്താ പറയുക, ഇവരെ ദിവസം ഇവന്റെ അമ്മ ഒരു തന്നെ വിളിക്കുന്നു. ഈ കൂടുതൽ എല്ലാരെയും കാണാതായിട്ടുണ്ട്. ഇനി കാണാതിട്ടില്ല. എന്നെ കാണാതില്ലല്ലോ. പുറത്തുകാരിൽ ഇറങ്ങിയാൽ തന്നെ കാണാതെ ഏത് നേരം വീട്ടിലെന്നല്ലേ. ഞാൻ പഠിച്ചോണ്ട് ഞങ്ങൾ പാസ്സായില്ല. അതെ 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 സത്യം അതൊക്കെ അത്ര ഉള്ളൂ. എന്റെ പേപ്പർ അടക്കം ഞാൻ വേണ്ടിട്ട് എഴുതിയിട്ട് പേരൊക്കെ നമ്മൾ മാറ്റിയിട്ടില്ലേ? ഇവന് വേണ്ടി ഞാൻ പഠിച്ചു, ഇക്ക് വേണ്ടി ഞാൻ പഠിച്ചു. തോൽക്കരുത് അത്രേ ഉള്ളൂ. ഇന്നെ ജയിപ്പിച്ചത് ഇതൊക്കെ ഇപ്പം തന്നെയാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ വിവരമില്ല, ബോധമില്ല, വിദ്യാഭ്യാസം ഇല്ല, ഒന്നുമില്ല. അങ്ങനല്ലേ നീ പലതും ചെയ്തു കൊടുക്കേണ്ടി വരും മിക്കവാറും. അതുപോലെ ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഒരു വരാളാടാ. അവിടെ 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 ബനാരപ്പോ സിറ്റുവേഷൻഷിപ്പ് സുബിടമാരി പല പല സ്ഥലങ്ങളിൽ. അപ്പൊ അന്നെ ഞാൻ ഫസ്റ്റ് നമ്പർ ഇട്ടത് ഞാൻ ആരോടോ വിളിച്ചിട്ടുണ്ട്. കാരണം ഇവരെ കാണാനില്ല. നിങ്ങളുടെ ഈ +1 +2 ചെയ്തു. +1 പഠിക്കുമ്പോ
സ്റ്റാർട്ട് ചെയ്യും. എന്നെ കാണാതെ മീൻസ് എന്റെ അമ്മയ്ക്ക് എന്നെ വിളിച്ചു കിട്ടുന്നില്ല. എന്റെ അമ്മയ്ക്ക് എന്റെ നമ്പർ മാത്രമേ ഉള്ളൂ. വിളിച്ചിട്ടില്ല കുറെ നേരമായിട്ട് വിളിച്ചിട്ടില്ല. ആരോട് അന്വേഷിച്ചിട്ടും അറിയണില്ല. അന്ന് ഫോണ് വെള്ളത്തിലെടുത്ത് ക്യാമറ ഫോട്ടോ എടുത്താ കഴിഞ്ഞ കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണ് അതിന്റെ ഫോണ് വെള്ളത്തിൽ മുക്കിയ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കഥയും ഈ കഥയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ആ കഥയാണ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോഴാണ് എന്റെ ഫസ്റ്റ് ഞാൻ നമ്പർ അഞ്ച് ഇടുന്ന നമ്പറെ തപ്പി പിടിച്ചാണ് വിളിച്ചത്. പക്ഷെ അന്നെനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ഓർമ്മല്ലേ വിളിച്ചത് നെറ്റിലൊക്കെ ഉണ്ടാവും. നെറ്റിലൊക്കെ ഉണ്ടാവും നമ്പർ. ബാത്റൂമിലൊക്കെ ട്രെയിനിന്റെ ബാത്റൂമിലൊക്കെ ഇന്റെ ഇത്ര മരച്ചൊക്കെ എഴുതിയേക്കാ പറ്റുമോ? എന്ത് ഹരായിലിട്ടത് ഇന്റെ ചിത്രങ്ങൾ വരച്ചിട്ട് നമ്പർ എങ്ങനെയാ ചിത്രം എങ്ങനെ പെണ്ണെടുക്കും. ട്രെയിനിലൊക്കെ പെണ്ണ് വെച്ച് വരക്കുന്ന ഒരാളെ ആദ്യമായിട്ട് കണ്ടിട്ടില്ല. എന്നാ പെൻസിൽ വെച്ച് പെണ്ണ് ഒരു വട്ടം വരയ്ക്കും, ഒരു വര വരയ്ക്കും, ഒരു കയ്യ് അല്ല രണ്ട് കയ്യ് രണ്ട് കാല്. ഞാൻ കുറച്ച് അപ്പൊ തിരിച്ചാൽ അങ്ങനെ. പിന്നെ ഇവരിങ്ങനെ കൂടുതൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. എന്നെ വിളിച്ച് ഞാൻ എന്താ പറഞ്ഞ ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയൊന്നുമില്ല. അപ്പൊ എന്നിട്ട് ഇവര് എന്റെ കൂടെ ഉണ്ടാവും തോന്നുന്നു. സുബിയുടെ റൈറ്റ് അതിവില്ല, അതിവും തിരക്കാന്ന് പറഞ്ഞു. അത് വേറെ കസ്റ്റമറിൽ പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞത്? അപ്പൊ അങ്ങനെ കണക്ഷൻ ACU അബി അദീബ് സിനിമാറ്റിക് യൂണിവേഴ്സ് പോയി സമ്മതിക്കൂല എന്നാ വേണ്ട. പോയി വരച്ച അപ്പൊ അങ്ങനെ ഞങ്ങള് പിന്നെ 4 മാസം പോലെ തന്നെ പത്രത്തിൽ കഴിഞ്ഞിട്ട് സംസ്കൃതത്തിന് ഒരുമിച്ചാവും. സംസ്കൃതത്തില് നമ്മള് മറ്റൊരുമിച്ച് ഞങ്ങൾ പറഞ്ഞു. നമ്മൾ ഒരുമിച്ചായിരുന്നില്ലേ? അന്ന് പറഞ്ഞ അഭിലാഷാണ് ഈ അഭിലാഷം. പഠിപ്പിച്ചായിരുന്നു. നമ്മളെ പേര് പറഞ്ഞു ബാക്ക് ബെഞ്ചില് പഠിപ്പിച്ചായിരുന്നു. പെണ്ണുകളൊക്കെ പെണ്ണു കൂടെ ഇത്തിരി വെച്ചിട്ട് ഇറക്കിയിരുന്നു. എന്താ സ്കൂൾ പോയി എഴുതി കൊടുക്കുക? സ്കൂളിൽ പോയിട്ടില്ലോ. വിദ്യാഭ്യാസം അങ്ങനെയാണ്. പിന്നെന്തേലും നാളെ ആക്ട് വിളിക്കും, ഇവിടെ എഡിറ്റർക്ക് വിളിക്കും. പിന്നെ ആ സാധനം കട്ട് ചെയ്തോട്ട് ഫസ്റ്റ് എപ്പിസോഡൊക്കെ നല്ലൊരു എപ്പിസോഡ് മുറിച്ച് അതിന് കാരണം എന്താ ഇവന്മാര് ഗ്രൂപ്പിൽ കാണിച്ചിട്ട് നിന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവര് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ചില ഇതൊക്കെ നമ്മള് അങ്ങനെ പറയാം. ഇവിടുന്ന് ഇൻട്രോ പറഞ്ഞ ഒരാള് അത് കൂടുതൽ ഞാനോട് ഒഴിവാക്കും, നിങ്ങളെ വെക്കും. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ കട്ടൻസ് നമ്മുടെ എഡിറ്ററോട് പറഞ്ഞിട്ട് ഞാൻ വിട്ടു. അതൊക്കെ ചെറിയൊരു കട്ടിങ് ഇല്ല. അങ്ങനെ പറയുന്നത് നിലനിന്ന് പോകണ്ടേ? കട്ടിങ്ങില്ല. ഓക്കെ ഓക്കെ നമ്മളതിന് മാത്രമൊന്നും അതിന് നീ വിറക്കണം എന്തിനാണ്? ഒരു മാനിന്റെ മണം വിളിക്കാണ് സുബിയെ. ചെറുതായിട്ട് ഒരു പകൽമാനിന്റെ മണം അടിക്കണല്ലേ? കട്ടിയാളൊന്നും അഭിലാഷം ചെയ്തിട്ട് അല്ല പകൽമാൻ പറയാൻ പറ്റില്ല. നാലാളുടെ പറയാൻ പറ്റില്ല ഇവര് നടന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. അല്ല പകൽമാൻ പറയാൻ പറ്റില്ല, രാത്രിയല്ലേ. നേരത്തെ ഞാൻ വീട്ടിൽ നിന്ന് വന്നൊരു സാധനം ഇവിടെ എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പറ്റുമോ? ഞാൻ വീട്ടിൽ നിന്ന് എടുത്തൊരു സാധനം ഇവിടെ ഒരാൾ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കും. ഞാൻ വീട്ടിൽ നിന്ന് എടുത്തൊരു സാധനം ഞാൻ യൂസ് ചെയ്തൊരു സാധനം ഇവിടെ ഒരാൾ യൂസ് ചെയ്യുന്നു. ആരും പേടിക്കണ്ട, ആരും കണ്ടുപിടിക്കില്ല. കാരണം ആരും കാണണ്ട. അല്ലടാ ആ കരയെ കാണുന്നത് ഓഡിയൻസ് ഒക്കെ ഉണ്ട്. സുബിയുടെ കടത്ത് 2 TV നമ്മുടെ വീഡിയോ. ഓക്കെ, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അതിനുശേഷം ഇവനെ കണ്ടുമുട്ടിയതിനു ശേഷം പിന്നെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ എന്റെ പേഴ്സണൽ ആയിട്ടായിരുന്നു. കാരണം 4 ആൾ കൂടുതലേക്ക് ഇവനെ കിട്ടും. അപ്പൊ കിട്ടുന്ന സന്തോഷം. ചില കഥകളൊക്കെ ഉണ്ടല്ലോ. ആ മറ്റേ സ്പൈഡർ സിനിമയിൽ മറ്റെങ്ങനെ മോഹൻമാറുണ്ടല്ലോ ഇങ്ങനെ ഇഷ്ടട്ടോ. ഇപ്പൊ അന്നത്തെ കാലത്തെ ഫുള്ള് കഥ പറയാൻ പറ്റിയ കേട്ടപ്പോ തന്നെ ചാർജ് ആവും. അല്ല ചാർജ് ആവും.
അന്നത്തെ കാലത്ത് നമുക്ക് ഇങ്ങനെ ഒരു കമ്പനി കിട്ടി കഴിഞ്ഞാലേ നല്ല രസമാണ്, ഭയങ്കര രസമായിരുന്നു. ഞങ്ങള് 2 ക്ലാസ്സിലാണെങ്കിലും ശരി ഇന്റർവ്യൂ സമയത്ത് കാണലും കളിക്കലും പിടിക്കലും ഒക്കെ ഉണ്ട്. അല്ല ചീത്ത മൈൻഡാണ്. അന്നോട് പറഞ്ഞു കൂട്ടുണ്ടെന്ന് ഞാൻ അന്ന് കേട്ടത്. അന്ന് അങ്ങനെയാണ് സ്കൂളിൽ മറ്റേ കയ്യിൽ ചെരുപ്പ് കിട്ടും. അത് ഞാൻ പറയുന്നത് സ്പീഡ് വിടൂലേ? പിന്നെ ആരാ ഞാനൊന്നുമില്ല, അതിന്റെ കെട്ടുന്നരിപ്പാ സ്കൂളിൽ ഒന്നാമത് തള്ളത് ആ ഒരു സ്റ്റേജ് വിചാരിക്കണ്ടേ ഒരു സ്ലിപ്പ് ഓൺ മറ്റേ ഞാൻ കെട്ടുന്നവര് മാത്രമേ യൂസ് ചെയ്യൂ. കെട്ടുന്നവർക്ക് ഇന്ത്യത്ത് മാത്രമേ ഉള്ളൂ. അന്ന് സ്കൂളിൽ കെട്ടുന്നവർക്ക് ഇന്ത്യത്ത് മാത്രമേ ഇവരത്തെ സ്ലിപ്പ് ഓൺസ് അതിലിങ്ങനെയൊക്കെ കയറ്റുക. നിഷേധിക്കണില്ല, പക്ഷെ ഞാൻ മാത്രമൊന്നുമില്ല. ഇവര് വന്നിട്ട് സ്ലിപ്പ് ഓൺ ചെയ്തിട്ട് കൈമട്ടൊരു ഓട്ടം സ്പീഡ് കൂടുന്ന ഇപ്പൊ പണ്ടത്തെ കളരിയണേ പണ്ട് ചാടുക മറിയ പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോ വേറെ എന്തൊക്കെ ആള് ആയോധന കലകളിലൊക്കെ ഒരു അഗ്രഗണ്യനായിരുന്നു. അറിയില്ല, അതെ ആയിരുന്നു, ഞാൻ കണ്ടോ, ഞാൻ മറിഞ്ഞ് ചാടുന്നതും ഒക്കെ ചാടി അതുണ്ടായിരുന്നോ? അതിന്റെ കഴപ്പ് വേറെ. അല്ലത്തിന്റെ പോലെ ചാടുക ഓടുക ഇങ്ങനെയൊക്കെ പിടിക്കാൻ നോക്കിയോ? ഷട്ടിനോട് ബ്ലേഡ് ഷട്ടിനോട് ബ്ലേഡ് വെച്ചിങ്ങനെ അത് ഇപ്പഴ കേട്ടോ, 8-9 ആ സമയത്ത് ഹീറോ ഒക്കെ ഇറങ്ങിയ ഇങ്ങനെ കീറുന്ന പോലെ കേറുമ്പോ കേറില്ലേ അങ്ങനെ ഇവിടെ കീറില്ലല്ലോ, ഇവിടെ കാണിച്ചു കൊടുക്കില്ല. ബ്ലേഡ് ഇങ്ങനെ കാണിച്ചു ഈ പാണ്ടി ഒരു ദിവസേ ഇവരൊരു ദിവസേ ഈ തല ഇങ്ങനെ ഡെസ്ക് മറ്റേ ഇങ്ങനെ മുട്ടിക്കും. ഒരു ദിവസം ശരിക്കണം മുട്ടിച്ചു. ഞാൻ കരയൊക്കെ ഇതേ കരയായിരിക്കും ഡെസ്ക് തമാശക്ക് ആക്കിയ സംഭവം. തല പിടിച്ചിട്ട് ഡെസ്ക് ആക്കാണ്ട് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ തമാശ ഒരു ദിവസം മുടിച്ചിട്ട് ഒറ്റ തന്നെ നിന്നെടുത്തോ കാറ്റാന്. എന്റെ മാരിയില് മറ്റേ ധനുഷിന്റെ അടി താങ്ങി സങ്കടം വന്ന സന്തോഷം. അല്ലടെ ചങ്ങ മൂക്കില്ലേ മൂക്കൊരു ഡെസ്ക് മുട്ട അടിച്ചു. ഞാൻ കറിയൊക്കെ അതാണ് പിന്നെ മുഖമ്പോ കാര്യങ്ങളാണ് ചിരിയായിരുന്നു. അന്ന് പോകുന്ന അങ്ങനെയായിരുന്നു, എലിക്കുട്ടനെ പോലെ. അന്നൊരു പേരുണ്ടോ? ശരി, അവിടെ പരിചയപ്പെടുത്തുന്നില്ല. ഇല്ല അല്ല അത് ഞാൻ പറയല്ല, അതൊക്കെ നമുക്ക് വിളിക്കാം. നമുക്കതൊന്നും വിഷയമില്ല. കുഞ്ഞിട്ടാണി വിളിക്കില്ലേ? അത് പ്രേമ റിവീൽ ചെയ്ത് പിന്നെ അടക്കാപ്പൂരിന്റെ പോലെ ഇവര് താടി അന്ന് ഞങ്ങൾക്ക് രോമേന് വരും. അന്ന് നോക്കി കട്ടത്താടി അന്ന് അന്ന് ഞാൻ പറയും ഇല്ലാണ്ടാക്കൂ. അന്ന് മെയിൻ ആയിട്ട് ഇവരിന്റെ കളിയാക്കലിനാണ് മെയിൻ പരിപാടി. അതാണ് എന്റെ ഹരം. ടീച്ചർ ചോദിക്കും, ഞാൻ മെല്ലെ എന്തെങ്കിലും പറയും. എടാ ഇവന് നമ്മള് കൂട്ടുകാരന്മാരെ വിശ്വസിക്കുന്നതല്ലേ. ടീച്ചർ ചോദ്യം ചോദിക്കും, അപ്പൊ നമ്മള് ചോദിച്ചു ഞാൻ ഉത്തരം പറയും. തെറ്റിച്ച് പറഞ്ഞൊരു ആ തെറ്റുത്തരം ഫുൾ കോൺഫിഡൻസോട് കൂടി ഫുൾ ആറ്റിറ്റ്യൂഡ്. നമ്മള് നൻപല്ലേ ഇവരെ ഇപ്പൊ വിശ്വാസം പറഞ്ഞു തെറ്റി. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു തെറ്റി. മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു അപ്പോഴും മനസ്സകളെ ബുദ്ധി ഇല്ലേ. ഒരു പ്രാവശ്യം ആട്ടുള്ളൂ, പിന്നെ നമ്പിയിട്ടില്ലല്ലോ. ഒറ്റ പ്രാവശ്യം നമ്പി നീ അങ്ങനെയാണോ? ബുദ്ധിയില്ലാത്തവരെ കളിയാക്കുന്നോ? പിന്നെ വിശ്വാസം. അതെ വിശ്വാസം. പിന്നെ പോയിട്ടോ ഇപ്പില്ല. ഇപ്പൊ ആരും നമ്പിയാലും. പക്ഷെ ഇതിനെക്കൊണ്ട് കൊറേ ഉപയോഗം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങള് പിള്ളാരി സ്കൂളിൽ നിന്ന് വട്ടാമ്പി സ്കൂളിലേക്ക് മാറി. വട്ടാമ്പി സ്കൂളിലേക്ക് മാറി ക്യാൻറ്റീനിലൊക്കെ ഇവര് സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ മൊത്തം നോക്കിയിരിക്കും. ഞങ്ങള് പൈസ ഒന്നുമില്ല. അന്നൊരു പരിപാടിക്ക് 5 റുപ്യ വേണ്ട, ലൈവില് 5 റുപ്യ പരിപാടി വിൽത്താം. പൊട്ടങ്ങനെ തരും. അപ്പൊ കുറച്ച് സമയം ഇപ്പൊ ഇവക്ക് ഒന്നൊക്കെ കൊണ്ടുവരുന്നേ രണ്ടാമത്തെ ദിവസം കൊണ്ടുവരുന്നൊക്കെ ഫുള്ള് ബോണ്ട, ഫുള്ള് പരിപ്പ്, ഫുള്ള് പഴംപൊരി. ഇടയ്ക്ക്
നമ്മുടെ അവിടെ ക്യാൻറ്റീൻ്റെ ഓപ്പോസിറ്റ് വലിയൊരു മരം ഉണ്ടായി ചാരി കഴിയുമ്പോൾ ഈ കാറിന് പൈസ കാരണം ഞങ്ങൾക്ക് അന്ന് ആരും പണിക്കോളും ഇത്ര എന്താ കിടാസ് ക്ലോസ് ഇവിടെ കടന്നു മേടിക്കാൻ ഇല്ലാത്തവനാ അവിടെ പോയിട്ട് ലൈമും ബോക്സൊക്കെ തിന്നു ഒരു ദിവസം ഇവരുണ്ടല്ലോ ഓടി എന്തേലും വെച്ചെടുക്കും പൈസ ഇവ കൈ ഇങ്ങനെ വെച്ചെടുക്കും കിട്ടും അതേപോലെ ഓടിപ്പോവും ആ കയ്യില് ലൈമുട്ടിയ ലൈമ് വരും പരിപ്പോടെ പരിപ്പോടെ വരും. അത് ഏതാ നോനെ പഠിച്ചാൻ പറ്റില്ല കിട്ടണ തിന്നു അല്ലേ? അതെ ഇന്റർവ്യൂലൊക്കെ സാധനം ഇന്ത്യയിൽ പൈസ ഇല്ല അത്ര ദിവസം ഇടയ്ക്കിടയ്ക്ക് പൊട്ടലെന്ന് പറഞ്ഞ ഞങ്ങള് ഒരു പരിപ്പോടൊന്നും ഞങ്ങൾ ഫുള്ള് കഴിച്ചിട്ടില്ല. ഒരാള് പൊട്ടിച്ചിട്ടൊക്കെ അങ്ങനെ അങ്ങനെ 4 പേര് ഉറുപ്പ്യ അങ്ങനെ ഇത് ഒന്നാക്കി കൊടുന്നായിരിക്കും. അത് പേപ്പറിൽ ഇതെന്താ ഒരു ദിവസം നോക്കുമ്പോഴല്ലേ ഇന്റർലാക്കും പോകണ്ട് ഞാൻ നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിട്ട് കള്ളക്കഥ മലയ ഇവരെ കേട്ട വേറൊരാളും അവ ഇത്ര ഡീറ്റെയിലിംഗ് വെച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരു 5 സെക്കൻഡ് കൊടുത്ത് അന്നേക്കാ ഇതില് നന്നായിട്ട് കഥ പറഞ്ഞു. സത്യം പറഞ്ഞ ഇങ്ങനെയൊക്കെ സത്യത്തിന്റെ മുഖം എന്നും വികൃതമായിരിക്കും. കള്ളക്കഥ രസിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ കുറെ സംഭവം അല്ലേ? അപ്പൊ മറ്റാള് കണ്ട കൊറേ പൈസ കൊടുക്കണ്ടാവില്ല. ദിനാറായിരിക്കും ദിനാറ് കണക്കിന് എനിക്കറിയില്ലല്ലോ. ഇങ്ങനെയൊക്കെ തരുമ്പോ ഞാൻ സ്നേഹത്തോടെ തരുന്നല്ല. കട്ടപ്പാവിന്റെ കൂടെ ഏൽപ്പിക്കാൻ വേണ്ടി പകുതിക്കുന്നത് എനിക്കറിയത്. അല്ലെങ്കിൽ ഒരു ഒറ്റയ്ക്ക് കേക്കണ്ടേ? അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നോക്കിക്കൂടെ? എന്ത് കള്ളക്കഥ കിട്ടുന്നത്? അപ്പൊ എനിക്ക് കള്ളത്തരം കാണിച്ചിട്ട് എന്താ കിട്ടുന്നല്ലേ? ഞാൻ കള്ളത്തരം കാണിച്ചിട്ടുള്ള ഒരു കള്ളക്കഥ ചെറുമന്റെ കൊടിക്കുണ്ടായിരുന്നു. അത് അന്നും പ്ലസ് വൺ എന്നൊക്കെ ഒരു സമാധാനത്തിന് കൊടി ഉണ്ടായിരുന്നു. ഒരു വണ്ടർ മോള് കയറി നിന്നിട്ട് അത് അല്ല ഇപ്പം കാണില്ല പിന്നെ നാട്ടുകാർ കാണോ? ഫുള്ള് കാണാൻ പറ്റില്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? അതിലുണ്ടല്ലോ. ഷെയർ ചെയ്യണം. ബാക്കി വന്ന കാര്യങ്ങളും ഇതൊക്കെ പറയാം. അപ്പൊ കൊടി എന്നായിരുന്നു? ജർമ്മനിയുടെ കൊടി എന്നായിരുന്നു? ആ മുടി സെറ്റ് ചെയ്യാൻ പോയിട്ട് ഇവിടെ സ്റ്റാൻഡിന്റെ ഒരു ബംഗാളി അടുത്തേക്ക് പോയി. പൊന്നെ ഇവരെ ഫ്രണ്ട് മാത്രം മതി. നമുക്ക് എന്തെന്ന് അറിയില്ലല്ലോ. ഇയാള് എങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഫ്രണ്ട് മാത്രമാണെന്ന് പറഞ്ഞത്. എന്നിട്ട് ഇയാള് ഫ്രണ്ട് ഇങ്ങനെ ചെയ്തു. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ കണ്ണിലൊക്കെ വെള്ളം നിറച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. മുറിയായി. പ്രായത്തിന്റെ അല്ല പ്രായത്തിന്റെ അല്ല. പ്രായത്തിന് നോക്കുകയാണെങ്കിൽ 3 ബുദ്ധിപരമായിട്ട് ടോർച്ചൊക്കെ ബുദ്ധിയല്ലേ? ബുദ്ധിയല്ലേ? എന്നിട്ട് പുതിയ വിശേഷങ്ങള് പറയാണോ അതോ പഴയതിൽ തന്നെ? പ്രവാസമായിട്ട് അഡാപ്റ്റ് ആയോ? ശങ്കരെന്താ വരുമ്പോ ചങ്കിനെന്താ വരുമ്പോ കൊടുത്ത് കിണ്ടി കൊണ്ടില്ലേ? കിണ്ടി വന്നിട്ട് കാര്യമില്ലല്ലോ. അല്ല ആവശ്യമുണ്ട്. ഇനിയിപ്പോ ആവശ്യം വരും. കിണ്ടിങ് കൊളാമ്പിയൊക്കെ ആവശ്യം വരും. അതാ അവൻ പറയുകയാണെങ്കിൽ പറയട്ടെ, അല്ലെങ്കിൽ പിന്നെ കുത്തി പറഞ്ഞാ അവൻ പറയുകയാണെങ്കിൽ പറഞ്ഞ നമ്മളൊരാളെ ഇതാക്കിയിട്ടില്ല. പറയാതിരിക്കണ പോലെ. അതെ, ഞാൻ ചിലതൊന്നും ഇതാക്കാറില്ല. അല്ല എന്നിട്ട് അനക്കൊന്നും കൊടുത്ത ഇവരൊന്നും കൊടുത്തില്ല. അനക്കൊക്കെ ചെയ്തു തരുന്ന ആളല്ലേ. സ്നേഹത്തിന് ഇപ്പൊ വളരെ വില കുറവാ ഇവിടെ ഇന്ത്യൻ മാർക്കറ്റില്.
എത്ര പേര് കുവൈറ്റിൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ സ്നേഹത്തിന് വില കുറവാണ്. അല്ല ഇന്ത്യയിൽ എത്ര പേര് കിട്ടുന്നില്ല. നടന്നു കൊടുക്കുക അതിനേക്കാളും വില കുറവാണ് ഇന്ത്യ കോമഡിക്ക്. നടന്നു കൊടുക്കുക സ്നേഹം സ്നേഹത്തിന്റെ കാര്യമാണ്. സ്നേഹം നടന്നു കൊടുക്കുക. ആർക്കറിയാം എനിക്കറിയാം, എന്റെ മനസ്സാക്ഷിക്കറിയാം. അല്ല നമ്മളിപ്പോ ഒന്നരാടം പോഡ്കാസ്റ്റ് എടുക്കണേ. നമ്മളിപ്പോ വീട്ടിൽ വരും ഇങ്ങനെ ഒന്നരാടം, അപ്പൊ ഒന്നരാടം നേരെ വൈകിട്ട് വീട്ടിൽ പോകാം. നേരെ വൈകിട്ട് എന്താ പല സ്ഥലങ്ങളിൽ വെച്ച് ആൾക്കാര് കണ്ടിട്ട് ഞാൻ അവര് രാവിലെ പഠിക്കാൻ പോകുന്നുണ്ട്, വൈകുന്നേരം പണിക്ക് പോകുന്നുണ്ട്. ചെക്കന് അതിന്റേതായ പ്രശ്നങ്ങളുണ്ടാവും. ബിസി ഷെഡ്യൂൾഡാ. അതിന്റെ ഉള്ള ഒരു സമയം ഉണ്ടാക്കി ഒരു കാര്യം വെച്ചാൽ അത്രയാവും അതിനോട് നീതി കൊള്ളത്തോണ്ടാണ് അതൊക്കെ ചെയ്യുന്നത്. ഇതാണ് എനിക്ക് കിട്ടുന്നുണ്ട്, ഈ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. കണ്ടുപടി അത് കട്ടിയരുത്, ഇത് കട്ടിയരുത് എന്ന് വന്നിരിക്കാൻ പറ്റൂ. ഇന്ന് രാവിലെ കുറെ സപ്പോർട്ട് കിട്ടിയിട്ടില്ലേ? അത് കട്ടപ്പട സപ്പോർട്ടാണ്. ഇന്ന് മിക്ക വന്നല്ലോ ഇങ്ങോട്ട് വരാൻ വേണ്ടി. അപ്പൊ എന്നോട് പറയാ എടാ ഇന്ന് ഞാൻ ഇരിക്കില്ല കേട്ടോ. പക്ഷെ എന്താണ് പറ്റി വെച്ച് അല്ലടാ അന്ന് അവരെന്നെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്തിട്ട് ഇന്ന് ഞാൻ പറഞ്ഞേ, ഇന്ന് ഇവൻ വന്ന ടാർഗറ്റ് എങ്ങോട്ടാ നിക്കറിയാം. പണ്ടും എങ്ങനെയാണ് നിക്കറിയാം, ഇന്ന് എങ്ങനെയാണ് നിക്കറിയാം. എന്താ വെച്ചാൽ ഞാനൊന്ന് പറഞ്ഞു കഴിക്കും. പക്ഷെ ഇങ്ങനെ ഇവരെങ്ങനെ ഞാൻ എന്തെങ്കിലും ചെറുത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് അങ്ങനെ ഞാൻ ബൂസ്റ്റ് ആവും. ഞാൻ ചാർജ് എന്താറിയോ ഇതൊക്കെ കാണുമ്പോ തന്നെ ചാർജ് ആവും. മറ്റേ സിനിമ ഉള്ള പ്രശ്നം എന്താ അറിയോ, ഇവര് ഇന്ത്യ ഇങ്ങനെ പറയാൻ പറ്റുന്ന കഥകളാണ്. ഓപ്പോസിറ്റ് ഞാൻ പെണ്ണ് പറയുകയാണെങ്കിൽ ഇവരോട് നിക്കാൻ പറ്റില്ല. അതാണ് മുണ്ട് തല കൊണ്ട് പറഞ്ഞു തരും. ഇവര് ഞാൻ ഇവന്റെ കഥകൾ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഇവരോട് നിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ആർക്കും പിന്നെ ഈ കണ്ട അഭി ആവില്ല അഭി. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പിക്ക് മറ്റൊരു മുഖം ഉണ്ടെന്നാണ് മറ്റ് ഒരുപാട് മുഖമുണ്ട്, പല ആൾക്കാർക്കും പല മുഖങ്ങളാണ്. പത്ത് തല തനി രാവണ ഓരോരോ ഇതൊക്കെ എങ്ങനെയൊക്കെ സമ്മതിക്കുന്ന പറയാം. ഓരോരോ ഇതൊക്കെ എങ്ങനെയൊക്കെ കുട്ടിക്കാലത്താണെങ്കിലും ശരി വലുപ്പകാലത്താണെങ്കിലും ശരി ഓരോന്താ പറയാ നമ്മള് പറയില്ലേ ഈ നൂലെടുത്ത് രക്ഷപ്പെടാൻ അങ്ങനത്തെ കഥകളല്ലേ. അത് നമുക്കതിന് പറയാൻ പറ്റില്ല. അത് ഞാൻ ഇപ്പൊ പറഞ്ഞു തുടങ്ങി ഇപ്പൊ പിന്നെ അവിടുന്ന് വിസ അവരടിച്ച് ക്യാൻസൽ ആക്കി തരും. നടുവിനിട്ട് ചവിട്ടി പുറത്താണ്. ആദ്യം വീട്ടിന്ന്, പിന്നെ നാട്ടിന്ന്, പിന്നെ അവിടുന്ന് പുറത്തായിക്കൊണ്ടേയിരിക്കും. മലയാളിയാ പിന്നെ അറിയണ അവൻ എടുക്കില്ല, അറിയാത്ത അവൻ എടുക്കുള്ളൂ. അവിടുത്തെ മുതലാളി അറബിയ അറബാബ അറബിയൊക്കെ പഠിച്ചു. പറയടേ അറബി പഠിച്ചില്ല. ഏത് ലാംഗ്വേജിൽ സമയമുണ്ടല്ലോ. ഒരു വർഷം എടുത്തിട്ട് പഠിച്ചില്ലേ? അവിടെ ഏത് എന്തൊക്കെ കോഴ്സ് എന്തൊക്കെ പഠിച്ചു. പുതിയ കോഴ്സ് കൂടി വരുന്നുണ്ട്. പുതിയ പുതിയ കോഴ്സ് ഇവന് സിദ്ധ നോക്കി പഠിത്താ അല്ലേ? ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പഠിച്ചു തീരുന്നില്ല. ജീവിതം നമ്മൾ ഇന്നും പുതിയ പുതിയ ഇവിടെ സ്കൂളിൽ സ്കൂളിൽ ഞാൻ പഠിച്ചു, അതുകൊണ്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. പഠിത്തം വലിയ വിഷയമാണ്. നിങ്ങളുടെ കൂടെ കൂടിയിട്ടാവും. അല്ല ചിലത് അങ്ങനെ തൃശ്ശൂരാണെങ്കിൽ നാളെ തിരുപ്പൂരം, അങ്ങനത്തെ ക്ലാസ്സുകളല്ലേ. മലപ്പുറം പിന്നെ തിരുപ്പൂര്, ഇത് മാത്രല്ല ആസിഫലിയുടെ പരിപാടി, എല്ലാ പരിപാടിയും എല്ലാം പോകും. ആസിഫ് അലി ഫാൻസ് ഉണ്ട് അറിഞ്ഞ നമ്പരെ കണ്ടിട്ടോ. അതുപോലെ അല്ലു അർജുൻ ഫാൻസ് ഉണ്ട്. അത് പറഞ്ഞത് ഞാൻ കണ്ടിട്ടാ. അല്ലു അർജുൻ കുട്ടി ആസിഫ് അലി കത്തിക്കുന്ന സമയമല്ലോ. ഇപ്പോഴും അതെ. അപ്പൊ ഇപ്പോഴും അതെ കത്തിക്കുന്ന സമയം അല്ലല്ലോ ഇപ്പോഴും അങ്ങനെ സമയത്ത് ഇപ്പൊ ഉപ്പരാണോ സ്റ്റാർട്ടിങ് തന്നെ. അപ്പൊ എനിക്കങ്ങനെ ഞാൻ പടങ്ങൾ കണ്ടില്ല. അപ്പൊ ഞാൻ എന്താ സിനിമ കണ്ടില്ല. ഇപ്പൊ ഓരോ സിനിമയുടെ കഥയൊക്കെ പറയുമ്പോഴും കാരണം നമുക്കറിയാത്ത ആളാണ്. അറിയാത്ത ആളല്ല, ഞാൻ കണ്ടിട്ടില്ല. സിനിമ കണ്ടിട്ടില്ല. പക്ഷെ അതെ ഞാൻ അന്ന് മുതലേക്ക് അങ്ങനെ തന്നെ അല്ല സുബി അപ്പൊ തൊന്നേ മുതലുണ്ട്. ഞാൻ പറയാന്ന് വെച്ചാ പുള്ളി തുടങ്ങിയ മുതൽ ഇപ്പൊ മൂപ്പരെ പറഞ്ഞ് നടക്കുക. നമുക്ക് പുള്ളി ഇങ്ങനെ അറിയപ്പെട്ട് വരും. ആ സമയത്ത് തന്നെ ഇവൻ തുടങ്ങി. സ്റ്റാർട്ടിങ് മുതലുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ. അസലൊരു പരിപാടിക്ക് പോയത് പഴയ സിനിമ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇല്ലാടി തന്നെ. അതെ വേറെ അത് പറയണ്ട, നീ ബാക്കി പറ. അതെ അങ്ങനെയൊക്കെ. അപ്പൊ അവന് അതിന്റേതായ തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ
മുമ്പിൽ വിളിക്കുമ്പോ പിന്നെ എനിക്ക് പോണല്ലോ. അതെ അതെ മുമ്പ് ഞാൻ രണ്ടുപേരുണ്ട് നീ വേഗം വിട്ടോ, നീ അവിടെ നിൽക്കരുത്. അല്ലേ അബിക്ക് മുപ്പര് പാടാ ഇഷ്ടമായത്, ഫേവറേറ്റ് പാടാ അറിയാം? ഏതാ? സിംഗക്കുട്ടി എല്ലാം ഇഷ്ടം. അതാണ് ഇപ്പോഴും അതേ ലുക്ക് വെച്ചിട്ട് കിടക്കുന്നത്. എടാ സോറി, നീ എന്നെ സപ്പോർട്ട് ചെയ്തല്ല, തിരിച്ച് സപ്പോർട്ട് അല്ലടാ. നല്ലതാണ് ഇപ്പത്തെ ലുക്ക്, നല്ലതാണ്. പുഷ്പത്തെ ലുക്കൊക്കെ ഒന്ന് പിടിക്കാറില്ലേ? പിടിക്കണ്ട്. ഓക്കെ പറഞ്ഞ പഠിക്കണം, പഠിക്കണം, പിന്നെ കമ്മിറ്റി പരിപാടി ഉണ്ടാവും, ഷെഡ്യൂളിനാണ്, ബിസി ഷെഡ്യൂൾ. പിന്നെ കളികൾ, മറ്റേ ടർഫിലെ കളികൾ. അല്ല അതാണ് ചെക്കന്മാരെ ഉദ്ദേശിച്ച്. പറഞ്ഞാണ് ഞാൻ പറഞ്ഞില്ല. എല്ലാട്ടും ഇങ്ങനെ നോക്കുമ്പോ ആചെങ്ങനെ മനസ്സ് ഇവിടെ ഇല്ലടാ, എനിക്ക് ഒറ്റ ഞാൻ പറഞ്ഞേ ഒപ്പം നിന്ന് വെക്കാൻ കട്ടപ്പ ഒരാൾക്കേ വയ്ക്കുള്ളൂ. അത് അബി, ഫുൾ നെയിം എന്താ അബി? ഞാൻ മര്യാദക്ക് സപ്പോർട്ട് ചെയ്തോണ്ട് കാണാർക്ക് മനസ്സിലാവണ്ടായത്. കാണാർക്ക് അന്തണ്ട്. അതില് സി എം CN CN for Cartoon Network. അല്ല ഞാൻ കുഴപ്പമില്ല. അല്ല ഞാനൊക്കെ 7-8 പറഞ്ഞ കോമഡി ഇപ്പോഴും ആൾക്കാർ പറഞ്ഞ് കോമഡി പറയട്ടെ, നട്ടന്നെ പോയി അവിടെ പോയി കരയാറില്ല. കോമഡി പറഞ്ഞോട്ടെ. അഭി പറയണ കോമഡികളൊക്കെ അദീപ് നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് അവിടെ 1001 കോമഡികൾ എന്ന് പറഞ്ഞിട്ട് അല്ല അന്തല്ല ഞാൻ അദീപിന്റെ കാര്യം പറയാ. ബാക്കിയുള്ളവരത്തൊക്കെ പോയി പറയായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്റെ അടുത്തൊക്കെ ഒന്ന് പറയും. എനിക്കിപ്പോ ഓർമ്മയില്ല, ഞാൻ കാര്യമായിട്ട് പഠിച്ചോണ്ടിരിക്കണത് ഓർമ്മല്ലോ. ഇന്ന് പഠിച്ച നാളെ മറക്കും, ഇതിന് വേണ്ടി പഠിക്കാമോ? ഒരിക്കലും മറക്കരുത് പഠിച്ച കാര്യങ്ങൾ. പിന്നെ 1001 പഠിക്കാം. എത്ര പാഠങ്ങൾ പഠിച്ചു. അതെ, പല പല എടാ ജീവിതം ഓരോ ദിവസം ഓരോന്ന് പഠിക്കണം. ഇന്നെന്താ പഠിച്ചേ? ഇന്നോ എല്ലാ പന്നോട് പറയണം. ഞാൻ ആൻസർ ചെയ്ത് തരാം. അന്ന് വേണ്ട, അഭി പറഞ്ഞ പിന്നെ എന്നെ വലിക്കില്ല. അഭി പറഞ്ഞു കേട്ടോടെ ഇരുന്നു. പിന്നെ നൂത്തണ വരെ ഞാൻ അഭിനോപ്പം നിൽക്കും. കുത്തു നോയിക്കോ, കൈ ബാക്കിലിരിക്കും. കൈ ബാക്കിൽ ആളിങ്ങനെ മുറിച്ചു കൂട്ടിക്കരിക്കുക. കിട്ടും ഒരു ചാൻസ്. ഇപ്പൊ ശാമ്പു എന്നാ പറ, അല്ലു അർജുന്റെ ഇതെങ്ങനെ എങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? പടം കണ്ടോ? ലാസ്റ്റ് ഇറങ്ങിയ പടമൊക്കെ? അല്ല ലാസ്റ്റ് ഇറങ്ങിയ പടം കണ്ടോ? ലാസ്റ്റിന് പുഷ്പ 2 അല്ലേ? അല്ലേ? അതുപോലെ ട്രെയിന് തല വെക്കാവും. അപ്പൊ എന്താ എന്താ അടിച്ചിട്ടുണ്ടാവും. പണ്ടത്തെ അഭിലാഷിട്ട് ഇറങ്ങാ എന്തിനു പറഞ്ഞ എടുത്തിട്ട് അടിക്കുക. അന്ന് അങ്ങനെയാണല്ലോ, അത്രയും ഇതുണ്ട്. എന്താ ആ മോഡെന്ന് പറഞ്ഞ് സിംഗക്കുട്ടി ഇറങ്ങിയപ്പോ സിംഗക്കുട്ടി ഇറങ്ങിയപ്പോ തിയേറ്ററിൽ സൗത്ത് സുബി അന്തരിന്റെ സിനിമന്റെ ജീവനിച്ചിട്ട് ഷർട്ടൊക്കെ അല്ലാച്ചിട്ട് കുറിച്ച് ഇതാക്കുക, ചെക്കന്മാരെ വലിയ മെയിൻ ആവുക, പഞ്ച് പിടിക്കുക, തോൽക്കുക, ഇതൊക്കെ തന്നെ പരിപാടി. പോഞ്ചിക്കണ പോലെ ദിവസം വരും. ഇന്ന് അടുത്ത പഞ്ച് പിടിക്കുക, ക്ലാസ്സിൽ മറ്റേ പുഷപ്പ് അടിക്കുക, പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവോ. ഗേൾസിന് മുമ്പിലേക്ക് ഒരു തരംഗമായിരുന്നു അല്ലേ? മെയിൻ ആയിട്ട് വേറെ ആളുള്ളൂ. അല്ല അത്ര ആരാധകരുണ്ടായിരുന്നു. ഈ വെള്ളം നനയ്ക്കുമ്പോഴേ 2 ചെടി ഉണ്ടെങ്കിൽ ഒരു ചെടിയിൽ വെള്ളം നനയ്ക്കുമ്പോ അപ്പുറത്തെ ചെടി തുള്ളി വീഴില്ലേ, ആ തുള്ളി എന്ന് പറയുന്നത് അതാണിത്. മനസ്സിലായോ? അതാണിത്. ഈ വാഴ നനയുമ്പോ ചീരം നനയെന്ന് പറഞ്ഞ അങ്ങനെ വളർന്നിട്ട് അങ്ങനെ വളർന്നാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പൊ നിങ്ങളെ ഇടയിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളൊക്കെ ചിരിച്ചു വിചാരിക്കാം. ആ സെയിം സാധനം അപ്പത് പോയിട്ട് പറയും. ചിലപ്പോ വിജയിക്കും, ചിലപ്പോ ഫ്ലോപ്പാവും. അല്ല എന്താ അറിയോ, ഇപ്പൊ പറഞ്ഞോളൂ. പക്ഷെ ഇപ്പൊ എന്താ വെച്ചാ ഗേൾസിന്റെ എന്റെ കാര്യം പറഞ്ഞത്, പക്ഷെ ഗേൾസിന് ഇവര് പ്രത്യേക ഫാൻ ബേസ് ആണ്. അന്നേക്കാളോ അന്ന് അടക്കാപ്പുരി ഇത്ര ഉള്ളൂ. ഒരുമിച്ച് നടക്കൊണ്ട് ഇവരെല്ലാരും നോക്കണം. പക്ഷെ ഇവന്റെ വിചാരം എന്നെ എല്ലാരും നമ്മുടെ സംസ്കൃതിച്ചവർക്ക് അതിന് ലാളലുണ്ടായിരുന്നു. ഇതിനെ ടാർഗറ്റ് ചെയ്ത് പിടിക്കാണ്.
ആ സുബി പേടിച്ചിട്ട് വന്നു ഉച്ചക്ക് എന്ന് പറഞ്ഞല്ലോ നമ്മൾ ടീമാണ്. ഇന്ന് ടാർഗറ്റ് ചെയ്ത് പക്ഷെ എനിക്ക് അപ്പോഴും അറിയാമായിരുന്നു ഇതെങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇവര് ഇപ്പൊ അഭി വന്ന കാരണം ഞാൻ കുറച്ച് സേഫ് ആയിട്ടുണ്ട്. അപ്പൊ എന്നാ പോണ് നീ? അടുത്ത ആഴ്ച പോകും. എന്നാ പോണെന്ന് എത്ര പേര് ചോദിച്ചു? ഒരുപാട് പേര് ചോദിച്ചപ്പോ ഏറ്റവും ഹേറ്റ് ഉള്ള വേർഡാണോ അത്? എല്ലാരും ചോദിക്കും എന്നാ എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ കാഷ്വലായിട്ട്? ഇപ്പൊ ഞങ്ങൾ തന്നെ ചോദിച്ചു. എറണാകുളത്ത് വരുവാണെങ്കിൽ ചോദിക്കില്ല എന്നാ പോണു. എന്ത് പറഞ്ഞാൽ എറണാകുളത്തേക്ക് കൊണ്ട് എറണാകുളം എത്ര മോശം സ്ഥലം. ഒരാൾ മാത്രം അല്ലല്ല ഞാനും പോയിട്ട് എറണാകുളത്ത് ഇവരും പോക്കുണ്ട് എറണാകുളത്തേക്ക്. ഇന്റർവ്യൂ പോലെ നമ്മള് പോയതൊക്കെ അതിന് പോയതൊക്കെ ഞാൻ സിദ്ധുവിനൊപ്പൊ ഞാനൊരു ആലോചിക്കാണ് വരില്ലേ അവിടെ ഉള്ള സമയത്ത് അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ അറിയുന്നുണ്ട്. മാധവൻ കട്ടൊന്നും ചേക്കിട്ട് പോയിട്ടില്ലടാ. എവിടെയൊക്കെ പിടിക്കും. മാധവൻ പറയില്ല. ഇവൻ ടോർച്ച് വെച്ചു അത്രയുള്ളൂ. ഓക്കെ അപ്പൊ നമുക്ക് പൂവല്ലേ പറഞ്ഞോ? എല്ലാവരും പറഞ്ഞോ പൂവാണെന്ന് പറഞ്ഞോ? ആരോട്? പ്രഷറോട്. അടുത്ത എപ്പിസോഡില് ഇനി കുട്ടിയെ കാണാൻ പറ്റില്ല. നീ മുതലേ ആണെങ്കിൽ ഒരു വർഷം കഴിയാം. ഒരു വർഷം കഴിഞ്ഞിട്ട് ഇനി വരും. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഇവനെ ഇരുത്താം. തൽക്കാലത്തേക്ക് ഈ എപ്പിസോഡിൽ മാത്രമേ അഭി ഉണ്ടാവുള്ളൂ. തൽക്കാലത്തേക്ക് മതിയില്ല. അത് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളുടെ മനസ്സ് പറയുന്നു, നിങ്ങളുടെ മനസ്സ് പറയുന്നു ഒരു കഥ കൂടി ബാക്കിയുണ്ട് ഇല്ലേ? കഥകളൊക്കെ ഉണ്ട്. പക്ഷെ അഭിക്ക് സമയമില്ല. നമുക്ക് ഇഷ്ടംപോലെ സമയം അല്ലേ? നമുക്കാണെങ്കിൽ സമയങ്ങളേ ഉള്ളൂ. നമുക്ക് സമയമുള്ളൂ. ഇനി പോവല്ലേ? അതുകൊണ്ട് വിഷമന്തരുണ്ടോ? വിഷമം ഉണ്ടാവില്ല. എന്നാലും ഒരു സന്തോഷത്തോട് കൂടിയിട്ടാണ് കുട്ടി ഇവിടെ നിന്ന് ഇപ്പൊ അടുത്ത ഫ്ലൈറ്റ് കയറുന്നത്. എന്താ എന്നെ കിട്ടിയോ? അല്ല അവിടെ കണ്ടില്ല പിന്നെ ഇതിപ്പോ വന്നില്ല എന്ന് കണ്ടല്ലോ. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ വേറൊരു കാര്യണ്ടേ, ഇതിപ്പോ എന്നെ കുറിച്ച് കൊറേ കാര്യം പറഞ്ഞു. ഇനി പറയാത്ത കാര്യങ്ങൾ ഇനിയുണ്ട്. അതല്ല ഇതിപ്പോ ഞാനാണ്ട് ഓക്കെ. ഇതിപ്പോ ഇവരാണെങ്കിൽ കട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പൊലിപ്പിച്ച് എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടാക്കാന്ന് പറഞ്ഞാൽ അതത്ര നല്ലതല്ല. ഈ പറഞ്ഞൊക്കെ വിശ്വസിക്കാമല്ലോ. ഈ പറയുന്നത് ഞാൻ വിശ്വസിച്ചില്ലെങ്കിൽ ഇവനാണ് വിശ്വസിച്ചത്. എനിക്ക് കുഴപ്പമില്ല. ചെറിയൊരു കനലിനെ അവൻ ഊതിപ്പെരിപ്പിച്ച് വലിയൊരു തീപ്പന്ത പോലെ പറയുന്നു. ബുദ്ധിയുള്ളവർക്ക് അറിയാം. ഇവന്റെ പല കഥകളും ഇങ്ങനെ തന്നെ. മെയിൻ എന്താ അറിയോ? കളിച്ച സ്റ്റോറി അത്. വെള്ളം കൊണ്ട് പോയതല്ലേ? വെള്ളം കൊണ്ട് പോയതല്ലേ? ഞാൻ ഇവരോട് പറഞ്ഞേ ഒരു ദിവസത്തെ ഒരു സ്കൂളത്തെ ഉച്ചക്കഞ്ഞി ഞാൻ പറയട്ടെ ഇതിങ്ങനെ പോഡ്കാസ്റ്റ് വന്നിരിക്കണം അങ്ങനെയൊക്കെ ഞാൻ ഇവരോട് പറയട്ടോ. ഇവരോട് ഞാൻ മുൻകൂട്ടി പറഞ്ഞു എന്റെ ഇല്ലാത്ത കഥകൾ ഇതിനെ പറ്റി പറയരുത്. ഏയ് ഞാൻ പറഞ്ഞല്ല, അഭിലാഷ് മാന്യനാണ്, ഞാൻ ഇപ്പൊ ഗൾഫിലൊക്കെ പോയതില്ല അങ്ങനെ എങ്ങനെ അഭിലാഷ് 2.0 മാന്യനാണ്. അപ്പൊ മാന്യതയുടെ ഒരു മകു കുപ്പായിട്ട് നടക്കണോണ്ട് ഞാൻ അങ്ങനത്തെ കാര്യമൊന്നും പറയില്ല എന്നൊക്കെ മുൻകൂർ ജാമ്യം എടുത്തിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും പാടില്ലേ, പഴയ തൊട്ടി സ്വഭാവം അത് എത്രയൊക്കെ ഇതായാലും അത് വേറൊരുതുണ്ട്. ഒരു സാധനം പുറത്തേക്ക് ചാടി ഓട്ടിട്ടാലും കോഴിയുടെ പേര് മാറില്ലല്ലേ? ഞാൻ പറയാം, ഞാൻ ഇല്ലാത്ത ഇതൊക്കെ ഞാൻ പറയുമ്പോ ഉണ്ടാക്കി പറയാ എനിക്ക് അത് ഫീൽ ചെയ്യുകയും ചെയ്യും. പക്ഷെ എങ്ങനെ ഇത് കൊല്ലങ്ങളായിട്ട് ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചില്ലേ? ഒരു കഥ 100 തവണ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. ഇത് ദൃശ്യത്തിന് മറ്റേ മോഹൻലാലിന്റെ പോലെയാണ്. ആദ്യം പ്ലാൻ ചെയ്ത് ഉണ്ടാക്കി പോയിട്ട് കഥ, എന്നിട്ട് തന്നെ വിശ്വസിപ്പിക്കും ഇവരെ. ഇവര് മണ്ടന്മാര് ഇത് കേക്കില്ല ചവിട്ടില് കേട്ട് 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 ഇവരെ വിശ്വസിക്കും. വിജയം അതാണ്. കേൾക്കുന്ന ഞങ്ങൾക്ക് ഇത് സത്യമാണോ അല്ലേ എന്നുള്ള ഒരു ചെറിയ പഴുത് പോലെ അവിടെ വെക്കില്ല. ചിന്തിക്കാതെ കഴിയുമ്പോഴേ ഇവിടെ ചിന്തിച്ചാൽ ഇത് എങ്ങനെ ഇത്ര കണ്ടുപോലെ അത്രയും വ്യക്തമായിട്ട് 3Dയില് അത്രയും പറഞ്ഞ് പോയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് അവന്റെ ഒരു കഴിവാണ്. ജന്മനാ കഴിവുകേടല്ല. ഇപ്പൊ അതിനെ കുറിച്ച് ഞങ്ങളിപ്പോ പല കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവന്റെ കഴിവാണ്. അത് കേട്ടിരിക്കാൻ കഴിവുകേടല്ല. അല്ല അല്ല
അപ്പൊ ഇവര് കേട്ടിരിക്കണവരെ കഴിവിടണ്ട എന്ത് എന്റെ കഥ ഇവര് കേട്ടിരിക്കണ എന്റെ കഥ ഇല്ലല്ലോ ഞാൻ അന്നെ ഈ ഒരു കഥയില്ലാത്തവനാണ്. കുറ്റം പറയാനൊന്നുമില്ല. നീ ഒരു കഥ ഇല്ലാത്തവനാണ്. എന്നെ പറയാൻ കുറ്റമൊന്നുമില്ല എന്നെ. അന്നെ കുറ്റം പറയാൻ നാട്ടിൽ തന്നെ വിളിച്ചു പറഞ്ഞിരിക്കണം. എന്നാ അന്നെ കുറ്റം കിട്ടും. മറ്റേത് എന്താ വെച്ചാൽ കിട്ടില്ല. അതെ കുറച്ച് ഇതല്ലേ അറിയുള്ളൂ. ഇത് പറഞ്ഞ 4ാം ക്ലാസ് സമയത്തുള്ള കഥകളാണ്. അപ്പൊ കുറെ കഥ എനിക്കറിയാത്ത ഷൂബി ഒരു പുസ്തകല്ലേ, വലിയ പുസ്തകം. പഠിച്ചാലും പഠിച്ചാലും തീരാത്ത പുസ്തകം. ഞാനൊരു കോപ്പി കേരളത്തിൽ നിന്ന് തുടങ്ങി തോന്നുന്നു. ഞാനൊരു കോപ്പി എടുത്തേക്കുണ്ട്. സുബിയുടെ പുസ്തകം പണ്ടിറങ്ങി ഇപ്പൊ ഇറങ്ങണില്ല. അതിപ്പോ നിർത്തിക്കണം. ഫോണൊക്കെ വന്നതിന് ഇപ്പൊ അതിന്റെ ആവശ്യം ഫോണൊക്കെ വന്നതിന് പുസ്തകം നിർത്തി. ഫുൾ അറിവാട്ടോ. ആ കാലത്ത് ഞാനെന്റെ നടുപ്പിച്ച് വെച്ചു അടിച്ചടിച്ചടിച്ച് അങ്ങനെയാണ്. എന്താ ഈ സമയത്ത് കഴിവുള്ള ഒരാളാണ്. അതെ കഴിവിച്ചിരി കൂടിയെങ്കിലേ ഉള്ളൂ. സമ്മതിച്ചു. പഠിക്കില്ല. ഇപ്പൊ പോണല്ലേ, മനസ്സ് വിഷമിച്ച് പോണ്ട, സമ്മതിച്ചു. അതെ അവിടെ അറബികളോടൊക്കെ നമ്മുടെ അന്വേഷണം പറയാം. പിന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. അവന്റെ ഫോട്ടോ എടുത്താ അറബി ഇഷ്ടവും. ഒരു 360 ഫോട്ടോ എടുത്ത് വയ്ക്കാൻ പറ്റേ. ഒട്ടക്കൊക്കെ എന്തോ പറയുന്നു? ഒട്ടത്രയാണ് പറയേ. ഒരു ഒട്ടത്തിലെ കുട്ടീനെ വളരാത്തത് ഉമ്മർത്തിട്ട് വളർത്താന്നല്ലോ. ഒന്നിന് ചോട്ടിക്കാരൻ തന്നെ കൊണ്ടോട്ടെ. അല്ലടാ എന്താ പറയാ, മന്തിയൊക്കെ ഉണ്ടോ? ഒട്ടക്ക മന്തി. ഒട്ടക മാന്തു. ഒട്ടക മന്തി ഇല്ല, കഴിച്ചില്ല. ഡയറ്റാ പട്ടിയുടെ പേര് ഡയറ്റ്. ഗൾഫ് വിളിച്ചിട്ടുണ്ടോ? ഞാന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നേലും വിളിച്ചിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വിളിക്കണം. അപ്പൊ ഡയറ്റാണോ കിട്ടായി ഒട്ടുമില്ല. മരുഭൂമിയൊക്കെ ഉണ്ട് അടുത്ത് മരുഭൂമിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഒഴിവ് സമയങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നു? തന്നെ വീഡിയോ കോൾ ഒഴിവ് സമയങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നു? കിട്ടാറില്ല. മറ്റേ ലീവ് ഒന്നുമില്ല. പണിയായിട്ട് സമയം ഒന്നല്ലെങ്കിൽ ഒന്ന് വേറെ വേറെ പണികൾ ഉണ്ടാവും. എന്റർടൈൻമെന്റ് കുറവാണല്ലേ? എനിക്ക് എന്റർടൈൻമെന്റ് വേണം. അല്ല ഈ അവന്റെ അടുത്ത് പോയി താല്പര്യമില്ല. ഞാൻ വേണ്ടടാ, ഞങ്ങളെല്ലാരും കൂടിയിട്ട് അവിടെ നമ്മുടെ ഒരു പോഡ്കാസ്റ്റ് എടുക്കാൻ അവിടെ ഒരു ഗസ്റ്റിനൊക്കെ സെറ്റ് ചെയ്യും. ഞങ്ങൾ ഈ സോഫയും ഇതൊക്കെ എടുത്തിട്ട് വരണ്ട്. സുബേനെ ഏറ്റവും കൊണ്ടുവന്നത് ഒരുപാട് ആയിട്ട് ബമ്പ പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാറായി. അതെ, നമ്മള് ഇവിടെ ഇപ്പോ അബീനെ നമ്മൾ അടുത്ത ഫ്ലൈറ്റില് കയറ്റി വിടുകയാണ്. അടുത്ത എപ്പിസോഡില് പുതിയൊരു അതിഥി ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോ പറഞ്ഞോളൂ, എന്തേലും പറയാനുണ്ടോ? ശരി, ഓക്കെ. അടുത്ത വരവിന് കാണാം. വരുമോ? പിന്നെ അല്ല, നമ്മുടെ ഈ ഇതിന് വരും. വരുമോ? എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം വരണ്ട. കളിയാക്കാനായിട്ട് ഞാൻ എന്തിനാ വെറുതെ എയർപോർട്ടിൽ പോയിട്ട് എന്റെ ഒരു അവസ്ഥകൾ അറിയിക്കണം. ഞാൻ എയർപോർട്ടിൽ പോയിട്ട് ഇവരെ എടുത്തു കൊടുന്ന് ഇവിടെ എടുത്ത് ഇന്നെ കളിയാക്കാൻ വേണ്ടിട്ട് ഇതെന്റെ ഒരു അവസ്ഥ. നമ്മളായിട്ട് വിളിച്ചെടുത്തില്ലേ? ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. പുതിയ അതിഥികളും പുതിയ വിശേഷങ്ങളും ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ പൊട്ടി. കെട്ടുകളൊന്നും വിശ്വസിക്കരുത് കേട്ടോ. ബൈ 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 ബൈ. ഓക്കെ ബൈ.